चक्रमे त्रेधा निदधे पदम् समूढवस्य वागुंसुरे पुत्रनखाय विद्महे दीक्षदपुष्टाय धीमहि तन्नो नारसिंहः प्रचोदयात् महादेव्यै च विद्महे विष्णुपत्न्यै च धीमहि तन्नो लक्ष्मी प्रचोदयात्. ഭഗവാനെ, ഏത് യുഗമാണെങ്കിലും കാലമാണെങ്കിലും ദേശമാണെങ്കിലും ജയിക്കുന്നത് ധർമ്മമാണെന്ന് നീയാ പറഞ്ഞത്. ആ ധർമ്മത്തിന് ഇന്ന് ആപത്ത് സംഭവിച്ചിരിക്കുന്നു. ആ ആപത്തിനെ എതിർത്ത് നിർത്താൻ എന്നും ഒരാൾ നിലകൊള്ളുന്നുണ്ട്. അവൻ എവിടെ ഉണ്ടെങ്കിലും ആരൊക്കെ എതിർത്താലും ധർമ്മം ജയിക്കണം. അവൻ ജയിക്കണം. പരിഹാരം ഒന്നും പറഞ്ഞ് നീ മരണം തേടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ദിവസം തന്നെ നിനക്ക് ഞാൻ ചിതയൊരുക്കി തന്നില്ലെങ്കിൽ ഞാൻ ആണായി ജനിച്ചവനല്ലടാ. ശരിയായ സിംഹത്തിന് നേരെ വരാൻ ഒരു വേട്ടക്കാരനും ധൈര്യപ്പെടും. എന്റെ അടുത്ത് നിന്നെ പോലൊരു പടയുമില്ല, ഉള്ളിൽ നടുക്കമില്ല, ചാവാൻ തീരെ ഭയവുമില്ലടാ. ജനിച്ചപ്പോഴേ ഞാൻ മരണത്തെ ജയിച്ചു വന്നവനാടാ. വാ വാ. താഴെ വീണതാണല്ലോ. താഴെ വീണെന്നോ? എങ്ങനെ വീണത്? സ്വപ്നം കണ്ടതാ. സ്വപ്നം കണ്ടതാണോ? എന്ത് സ്വപ്ന? എന്ത് സ്വപ്ന? ഒരുത്തനെ വെട്ടിന്നാ. ഒരാളെ വെട്ടിയെന്നോ? സ്വപ്നത്തിൽ. വഴക്കുണ്ടാക്കില്ലെന്ന് ചേട്ടന് വാക്ക് കൊടുത്തിട്ട് പിന്നെ വഴക്കുണ്ടാക്കിയോ? ഏട്ടന് നീ കൊടുത്ത വാക്കെന്താ? ചേട്ടന് കൊടുത്ത വില എന്താ? എന്റെ അമ്മോ, സ്വപ്നത്തിന് കൂടി പ്രോമിസ് വേണോന്നോ? ഇത് ഇത്രയും പൊടിഞ്ഞെങ്കി എന്റെ അമ്മോ, അവന്റെ അവസ്ഥ എന്തായി കാണും? സ്വപ്നമൊന്നും പറഞ്ഞില്ലേ? സ്വപ്നമാണെങ്കിലും ക്രൈമാ. ഹലോ, ഈ ക്രൈം നടക്കണമെന്ന് തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ച ഏടത്തിയമ്മ തന്നെയാ. അമ്മോ, ഇനി നിന്റെ അതിക്രമങ്ങളെല്ലാം തേങ്ങ ഉടച്ച് ഞാൻ ആരംഭിച്ചു തരണമെന്നല്ലേ? ക്രൈം അവൻ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ക്രീം ഇടിക്കേട്ടത്തി. ഇപ്പൊ തന്നെ ഏട്ടനെ വിളിക്കാം. ഇങ്ങോട്ട് വിളിക്കുന്നു. ഹലോ. ഹലോ. ആ, എങ്ങനെയുണ്ട്? സുഖല്ലേ? എപ്പോഴാ വരുന്നേ? അതെയോ? ശരി, ഓക്കെ. ആണോ? വന്നില്ലല്ലോ. ഇപ്പോഴാ അവര് വന്നത്. ഫർണിച്ചർ എല്ലാം വന്നിട്ടുണ്ട്. രാമന എല്ലാ കാര്യവും നോക്കുന്ന. വാക്ക് പാലിക്കുന്നോന്ന് ചോദിച്ചാ അവൻ നിങ്ങളുടെ അനിയനല്ലേ? ഓക്കെ, പിന്നെ വിളിക്കാം. മതി. ഏട്ടൻ്റെ അടുത്ത് എന്നെ രക്ഷിച്ചതിന് ഈ നേട്ടത്തെ ഉണ്ടാക്കി വെച്ച എല്ലാം ഞാൻ തിന്നോളാം. ഹലോ, നീ തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് പാചകം ചെയ്ത് എല്ലാവർക്കും ഇന്ന് വിളമ്പി കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കും. വെജിറ്റബിൾസ് മീ? നോ വേ. അയ്യോ മോനെ, അതിങ്ങനെ വെട്ടല്ല വേണ്ടത്, നുറുക്കണം. ഞാൻ ഇങ്ങനെ വെട്ടുന്നത്. എക്സ്ക്യൂസ് മീ.
മൈ നെയിം ഇസ് ശരണ്യ. എന്നെ എല്ലാവരും പിങ്കി എന്ന് വിളിക്കും. ഡാഡ് ഡോക്ടർ, മോം ഹൗസ് വൈഫ്. മീ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. ഓ ആക്ച്വലി ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പബ്ബിലാണ് പ്ലാൻ ചെയ്തത്, ബട്ട് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് പ്രോബ്ലം കൊണ്ട് ക്ലബിലേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. ഈവനിങ് പാർട്ടി, ഞങ്ങളുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. ഇറ്റ്സ് ലിറ്റിൽ മോഡേൺ. ഐ തിങ്ക് നിങ്ങളുടെ ഏജിലുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, റൈറ്റ്? ബട്ട് കം ആൻഡ് എൻജോയ്. ശരി. ഹലോ മിസ്റ്റർ കുക്ക്, നീയും വന്ന് കഴിച്ചിട്ട് പോണം. കഴിച്ചിട്ട് ചുമ്മാ അങ്ങ് പോകരുത്. ഡാൻസ് ഹാളിലേക്ക് വന്ന് നല്ല ക്ലാപ്സ് തന്ന് വിസിൽ അടിച്ച് എൻകറേജ് ചെയ്യണം ഞങ്ങളെ. ഞങ്ങൾക്ക് കുറച്ച് എനർജിക്ക് വേണ്ടേ? കാണിച്ചു തരാടി. പിന്നെ ഒരു കാര്യമുണ്ട്, നല്ലൊരു അടിപൊളി ഡ്രസ് ഇട്ട് വേണം വരാൻ. ഡോണ്ട് മിസ് ദ പാർട്ടി. ഷാർപ്പ് 7:30. ബൈ. കോടികളുടെ ആസ്തിയുള്ള ഞങ്ങളുടെ മോനെ കുക്കെന്ന് വിളിക്കുന്നോ? ശരിക്കും ഈ മുഖം കണ്ടിട്ട് അവക്ക് എങ്ങനെ കുക്കെന്ന് വിളിക്കാൻ തോന്നിയത്? അവളുടെ കണ്ണിൽ എന്ത് കുരുവാണ്? ആദ്യമായിട്ട് വരല്ലേ, നമ്മളെ കുറിച്ച് അറിയില്ലല്ലോ. നീ ഒന്ന് വേഗം റെഡിയാക്കേ, ആ പാർട്ടിക്ക് പോണം. അത് വിട്ടേക്കെ അടുത്തമ്മേ. നീ കുക്കല്ല, എല്ലാരെയും ഹാപ്പി ആക്കുന്ന കിക്കാണെന്ന് അവൾ അറിയണം. അത് പോട്ടെന്നെ, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ദേ രാമ, നീ അവൾക്ക് ക്ലാപ്പ് അടിക്കരുത്, അവൾ അടിക്കണം നിനക്ക് ക്ലാപ്പ്. നീ വിസിലടിക്കരുത്, നിനക്ക് വേണ്ടി അവള് വിസിലടിക്കണം. അത്രയും മതിയല്ലോ അല്ലേ? മതി.